ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്നതിനെ മാത്രമാണ് നമ്മുടെ യുദ്ധമെന്ന് കാണുന്നത്. വാസ്തവത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ, സമൂഹത്തിനാകെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വലിയൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ എവിടെ എത്തിയുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ആലോചിക്കുന്നേയില്ല. ആ കാര്യം ലോകത്താകെ നമ്മൾ പണിയെടുക്കുന്നവർ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, ആ സമ്പത്താകെ സമൂഹത്തിന്റെ 1% വരുന്ന സമ്പന്നർ കൈയടക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ വിലപിക്കുന്നത്. അത് ശരിയുമാണ്, ആ 1%. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ 99 പേരുണ്ട് ഇപ്പുറത്ത്, അവൻ ഒരുത്തനേ ഉള്ളൂ. ആ 1%. നമ്മൾ 99 വിചാരിച്ചിട്ട് അവനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ലേ, വരേണ്ടതല്ലേ? അതെന്തേ സംഭവിക്കാത്തത് എന്നുള്ളതല്ലേ നമ്മൾ ആലോചിക്കണം. അത് സംഭവിക്കാത്തത് അവൻ ഈ സമ്പത്തും അതിലൂടെ ലഭ്യമായ അധികാരവും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഈ 99 പേരെ 99 നിർത്തിയിരിക്കുക. ആ 99 ഒരിക്കലും കൂട്ടിയോജിക്കാൻ വയ്യാതെ ഒരുമിക്കാത്ത വിധത്തിലുള്ള അങ്ങനെ പ്രവർത്തിപ്പിച്ചാൽ നമ്മളെ അങ്ങനെ മാറ്റിയിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ല അങ്ങനെ മാറുന്ന എങ്ങനെ മാറ്റുന്നു. അതിൻ്റെ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കൊടുക്കണം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം പോയി, നമ്മുടെ വോട്ടെല്ലാം അപ്പുറത്ത് പോയി. നമ്മളത് വോട്ടെല്ലാം അപ്പുറത്ത് പോയി. ഇനി അതിൻ്റെ തെറ്റുകള് ശരികള് എല്ലാം ഇങ്ങനെ ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്കത്ര പാണ്ഡിത്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നാലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് മനസ്സിലായാണ് അത് എത്ര ശരിയുണ്ടെന്ന് നിങ്ങൾ എന്നോട് കൊടുക്കണം. നമ്മൾ കുറെ വോട്ട് പിടിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ. നമ്മൾ ശക്തിയായിട്ട് ഇറങ്ങി നടന്ന് കണ്ടമാനം വോട്ട് പിടിച്ചിട്ടുണ്ട്.